മാതാവ്. ആ ലോകമാതാവ് പാർവതിയാണ്. ആ പാർവതിയുടെ മായ മാത്രമാണ് നമ്മൾ. ആ പാർവതി ജലമാണ്. ശബരി മോക്ഷം എന്ന് പറയുന്നത് അത് ശ്രീരാമൻ അവിടെ എത്തുന്ന സമയത്ത്, ശബരിമലയിൽ എത്തുന്ന സമയത്ത്, അവിടെ അന്ന് ജീവിച്ചിരുന്ന ആ സ്ത്രീയുടെ പേരും ശബരി എന്നായിരുന്നു. ശ്രീരാമനും അവിടെ ആര് താമസിച്ചാലും അവരുടെ എല്ലാം പേര് ഒന്നെങ്കിൽ ശബരി എന്ന്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അവിടെ ആര് പോയാലും മാളികപ്പുറത്തമ്മാന്ന് പറയും. ഏതാൾ പോയാലും, ഏത് ഉദ്യോഗസ്ഥൻ പോയാലും അവിടെ അയ്യപ്പനെന്ന് പറയും. അപ്പോൾ ശാസ്താവും അയ്യപ്പനും അതുപോലെ തന്നെ മാളികപ്പുറത്തമ്മയും എല്ലാം അവിടെ ഈ ശാസ്ത്രവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ്, അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായല്ല. അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമല്ല. ഇതൊരു നിയമയുദ്ധത്തിന്റെ ഭാഗമാണോ? ഇത് ശബരിമലയിൽ ഇപ്പോൾ ഒരു നിയമയുദ്ധം നടക്കുന്നുണ്ടല്ലോ. അത് രാഷ്ട്രീയ യുദ്ധമാണ്, വേദയുദ്ധമല്ല. വേദയുദ്ധമാണ്. പരിഹാരം വേദത്താലാകുന്നു. അപ്പൊ അതിന് പരിഹാരം ഈ വേദത്താൽ മാത്രമേ ഉണ്ടാവൂ. അതെ. ശബരൻ ശിവനാണ്, ശബരി പാർവതിയാണ്. ശബരിമല പാർവതിയുടെ മലയാണ്. ശബ്ദത്തെ ജനിപ്പിച്ച ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പീഠമാണ് ശബരി പീഠം. അവിടെ ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുന്ന പീഠമാണ്. വിഷ്ണുവും ശിവനും ചേർന്ന് ബ്രഹ്മശക്തിയായിരിക്കുന്ന ചരിക്കുന്ന ജീവലോകത്തെ, തലകളുള്ള ലോകത്തെ, ശാസ്ത്രത്തിൻ്റെ ലോകത്തെ, ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ ലോകത്തെ ജനിപ്പിക്കുന്ന പീഠമാണ് ശബരിപീഠം. ആ ശബരിപീഠം ശാസ്ത്രിതാവിൻ്റെ പീഠമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരാളും ശ്രമിക്കേണ്ടതില്ല. അത് ശിക്ഷിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും രക്ഷിക്കുന്ന ശാസ്താവിൻ്റെ പീഠത്തിലേക്ക് മാറ്റിയിരിക്കുന്നത് വേദത്താലാണ്. ആ പീഠത്തിൻ്റെ അവസ്ഥ ശാസ്ത്രിതാവ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വീണ്ടും എത്തിച്ചാൽ നമ്മൾ തന്നെ അപ്രത്യക്ഷമാകും എന്നല്ലാണ്ട് യാതൊരു പ്രയോജനവും അതുകൊണ്ട് കിട്ടില്ല. അതുകൊണ്ട് ഈ നമ്മുടെ പരമോന്നത നീതിപീഠം ഇതിനൊരു ഉത്തരം കൊടുക്കേണ്ടതാണ്. ഇതിന് ഉത്തരം കൊടുക്കണമെങ്കിൽ ആദ്യം ഈ ശാസ്താവിനെ സൃഷ്ടിച്ച ആൾ ആരാന്നറിയണ്ടേ? അത് ശിവനാണ്. ആ ശിവൻ ഈ ഭൂമിയാണെന്ന് തിരിച്ചറിയണ്ടേ? ഈ വിഷ്ണു എന്ന് പറയുന്നത് ഈ വന്യമായിരിക്കുന്ന ഈ വനമാണെന്നറിയില്ലേ? ആ ഹരിതോർജ നാമമാണ് വിഷ്ണു എന്നറിയണ്ടേ? ആ വിഷ്ണുവിൻ്റെ മോഹിനി ഭാവം എന്ന് പറഞ്ഞാൽ ചെറിയ വൃക്ഷങ്ങളാണ്, ലതകളാണ്, ചെടികളാണ്. രാജമല്ലി, ചെത്തി, ചെമ്പരത്തി തുടങ്ങിയ ചെറിയ ചെടികളെല്ലാം മഹാവിഷ്ണുവിന്റെ മോഹിനി ഭാവമാണെന്നറിയണ്ടേ? പമ്പ കടത്തേണ്ടത് ആരെയൊക്കെയാണെന്ന് അറിയണം. അതെ. വന്യമായിരിക്കുന്ന വനത്തെ നശിപ്പിക്കുന്ന എല്ലാത്തിനെയും പമ്പ കടത്തേണ്ടതാണ്. അതും അറിയണ്ടേ? പമ്പ കടത്തേണ്ടത് ആരെയാണ്, പമ്പ കടത്താത്തത് ആരെയാണെന്ന് അറിയണ്ടേ? അപ്പൊ ഇതൊക്കെ അറിയുന്നത് വരെ പരമോന്നത നീതിപീഠം നിശബ്ദമായി നിൽക്കുകയുള്ളൂ. അതെ. ഈ വനത്തെ കൊന്നൊടുക്കുന്ന ഈ സസ്യലോകത്തെ, ഈ മഹാവിഷ്ണുവിന്റെ മോഹിനി ഭാവത്തെ, മോഹിനിയെ നശിപ്പിക്കുന്ന മഹിഷിയെ അവിടെ പ്രവേശിപ്പിക്കാത്തത്, മഹിഷി എരുമയാണെന്നറിയണ്ടേ? പശുലോക ഭയങ്കാരായകൻ എന്ന് പറയുന്നത് എന്താണെന്നറിയണ്ടേ? കോടതി അറിയണം. മഹാവൃക്ഷപ്രകൃതയെ നമ, വൃക്ഷായ നമ, അല്പവൃക്ഷായ നമ എന്നൊക്കെ പറയുന്ന ആ ശാസ്താവിൻ്റെ 108 നാമങ്ങൾ കോടതി പഠിക്കണം. കോടതി പഠിക്കുമ്പോൾ മനസ്സിലാകും വിഷ്ണു ആരാണ്, വിഷ്ണുവിൻ്റെ മോഹിനി ഭാവം എന്താണ്, ശിവൻ ആരാണ്. ബദരീനാഥനായിരിക്കുന്ന ആ വൈഷ്ണവ ശക്തിയുടെ വൈഭവത്തിൽ നിന്നാണ് ശബ്ദം ജനിക്കുന്നത്. ആ ശബ്ദത്തെ ജനിപ്പിക്കുന്നത്, ബ്രഹ്മശക്തിയെ ജനിപ്പിക്കുന്നത്, തലകളുള്ള ലോകത്തെ ജനിപ്പിക്കുന്നത്, സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന വൈഭവത്തെ ജനിപ്പിക്കുന്നത്, ജീവനാംശത്തെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിയെ നിർവഹിക്കുന്നതിന് കാരണമായിരിക്കുന്ന ബ്രഹ്മാവിനെ ജനിപ്പിക്കുന്നത് ആ പീഠത്തിലാണെന്നുള്ളൊരു ബോധം ആദ്യം ഏറ്റവും വലിയ ആചാര്യന്മാരും അതുപോലെ തന്നെ ഈ നീതിപീഠങ്ങളും. അപ്പോൾ ഈ ആയുരാരോഗ്യ സൗഖ്യം എന്താണെന്ന് പ്രകൃതിദത്തമായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ ശബരിമലയ്ക്ക് ഒരു ആൻസർ കൊടുക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അവിടെ കൊണ്ടെത്തി നിൽക്കുന്നു അല്ലേ? അതെ. ആയുരാരോഗ്യ സൗഖ്യത്തിന്റെ കാരണം പ്രകൃതിയാണെന്നും ആ പ്രകൃതി ശക്തിയാണെന്നും ആ പ്രകൃതിപരമായ ജീവിത രീതി എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട സൗരയൂഥത്തെക്കുറിച്ചും സൂര്യചന്ദ്രന്മാരെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും എല്ലാം നക്ഷത്രങ്ങളെക്കുറിച്ചും മുഴുവൻ പഠിച്ചെങ്കിൽ മാത്രമേ, അങ്ങനെ അറിവുള്ള ഒരാൾക്ക് മാത്രമേ, അറിവുള്ള ഒരു ബെഞ്ചിന് മാത്രമേ ഇതിനൊരു നിർവചനം കൊടുത്ത് ഒരു പരിഹാരം പറയാൻ പറ്റും. അതെ. ആദ്യം കടലിലേക്ക് എത്തുന്ന സതി ആരാണെന്നും ആ സതിയുടെ മാതൃഭാവത്തിൽ നിൽക്കുന്ന ദിതി എന്താണെന്നും സതി എന്താണെന്നും സതി എങ്ങനെയാണ് ഭഗീരഥയാകുന്നതെന്നും മന്ദാകിനിയാകുന്നതെന്നും ഇന്ദ്രാണിയാകുന്നതെന്നും പുഷ്കലയാകുന്നതെന്നും ഗംഗയാകുന്നതെന്നും പാർവതിയാകുന്നതെന്നും പാർവതി എങ്ങനെയാണ് പൂർണ്ണയാകുന്നതെന്നും പൂർണ്ണയിൽ നിന്ന് എങ്ങനെയാണ് ലക്ഷ്മി ജനിക്കുന്നതെന്നും ആ ലക്ഷ്മി ആരാണെന്നും അത് നീ തന്നെയാകുന്നു എന്നും അത് സത്യകനും സത്യകയും ആകുന്നു എന്നും ആ സത്യകനും സത്യകയും ആരാണെന്നും അത് സസ്യലോകവും ജന്തുലോകവുമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് കോടതി എത്തണമെങ്കിൽ ഈ വേദം പഠിക്കണം. ഈ വേദം പഠിക്കാതെ എങ്ങനെയാണ് ശബരിമലയിൽ ഈ ക്ഷേത്ര സംവിധാനത്തിൻ്റെ ആചാരങ്ങളെ ചിട്ടപ്പെടുത്താൻ പറ്റുക? ഈ ആചാരങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന അവിടെ ടൈഗർ ഫോറസ്റ്റ് ഒക്കെ ഒരുക്കി ചിട്ടപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതെ. മനസ്സിലാക്കിയാൽ മതിയല്ലോ. ആ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പിന്നിലെ ശാസ്ത്രത്തിലേക്ക് വരണമെങ്കിൽ ഈ ചന്ദ്രനാഥനായിരിക്കുന്ന, ഈ അർദ്ധനാരീശ്വരനായിരിക്കുന്ന, ജീവധരനായിരിക്കുന്ന, ഗംഗാധരനായിരിക്കുന്ന, വ്യോമകേശനായിരിക്കുന്ന ഈ ഭൂമി തന്നെയാണ് ശിവൻ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. ആധികാരിക ഗ്രന്ഥങ്ങളുണ്ടോ? എന്തിനാണ് ആധികാരിക ഗ്രന്ഥങ്ങൾ? വേദം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്?
ആയിരക്കണക്കിന് നാമമാണ് ഈ നാമമില്ലാത്ത ശിവന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നത്. അത് പഠിച്ചാൽ മാത്രം അത് മതി. ആ നാമ പാർവതിയാണ്. ശാസ്താവിനും ഉണ്ടല്ലോ. ആ നമ്മ പാർവതിയാണ്, ആ പാർവതി ജലമാണ്, ആ ജലത്തിന്റെ മായ മാത്രമാണ് നമ്മൾ. നമശിവായ എന്ന് പറയുന്നിടത്ത് പോലും ഇത് തന്നെയാണല്ലോ അതെ, പറയുന്നത്. നമശിവായ എന്ന് പറയുമ്പോൾ വ്യഞ്ജനാക്ഷരങ്ങൾ കൊണ്ടാണ് ആ നമശിവായ. വ്യഞ്ജനം ഈ മണ്ണാകുന്നു, ആ മണ്ണ് ശിവനാകുന്നു, ആ വ്യഞ്ജനാക്ഷരങ്ങളാണ് നമശിവായ എന്ന് പറയുന്നത്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. സർവനാമത്തിനും കാരണം പാർവതിയാണ്, ജലമാണ്. നമ്മളുടെ നാവിൽ ശബ്ദം ജനിപ്പിക്കണമെങ്കിൽ ആ ശബരി ഉണ്ടാവണം നമ്മുടെ ഉള്ളിൽ. നമ്മളിപ്പോ ആയുർവേദത്തിൽ തുടങ്ങിയിട്ട് ശരണമയ്യപ്പ എന്നുള്ള അവസ്ഥയിൽ എത്തി നിൽക്കുക. അതെ, ശരണം അവിടെയാണല്ലോ എത്തേണ്ടതല്ലേ. ശാസ്ത്രത്തിലാണ് ശരണം പ്രാപിക്കേണ്ടത്. ആ ശാസ്ത്രമാണ് ശ്രീധർമ്മശാസ്ത്രം. ആ ശ്രീധർമ്മശാസ്ത്രം പ്രതിഷ്ഠിതമായിരിക്കുന്നത് ശ്രീരാമ സിദ്ധാന്തത്തിലാണ്. ആ ശ്രീരാമ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ആദ്യ വേദാന്ത വേദ്യവാക്യന്റെ വാക്യമാണ്. ആ ആദ്യ വേദാന്ത വാക്യമാണ് സർവ്വവേദങ്ങൾക്കും കാരണം. ആ വേദങ്ങളുടെ, ചതുർവേദങ്ങളുടെ ഉപവേദമായിട്ടുള്ള ആ ആയുർവേദത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങി. അതാണ് ജീവശാസ്ത്രം. അതാണ് ജീവശാസ്ത്രം. ആ ജീവശാസ്ത്രത്തിൽ വരുമ്പോഴാണ് ആയുസ്സിന് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും സുഖത്തിന് വേണ്ടിയിട്ടും സ്വസ്ഥയ്ക്ക് വേണ്ടിയിട്ടും ആകാശത്തിലെ അശോകചക്രം വിരിഞ്ഞു നിൽക്കണമെങ്കിൽ, ഉയർന്നു നിൽക്കണമെങ്കിൽ, അന്ധവിശ്വാസത്തിന്റെ കൂമ്പടഞ്ഞു പോകത്തക്ക രീതിയിൽ നമ്മളുടെ നെഞ്ചിലേക്ക് അശോകചക്രത്തെ ചേർത്ത് വെക്കുന്ന ആ ശാസ്ത്രചിന്തയിലേക്ക് ഈ ഭാരതത്തിനൊപ്പം കോടതിയും ഇവിടുത്തെ ആചാര്യന്മാരും സഞ്ചരിക്കേണ്ടിയിരിക്കും. അപ്പൊ ആ ജീവശാസ്ത്രം മനസ്സിലാക്കിയാലേ ജീവിതശാസ്ത്രമാവുള്ളൂ, ജീവിതശാസ്ത്രമാണ്. എങ്കിലേ ജീവിത വിജയം ഉണ്ടാവും. അപ്പോഴാണ് മാതൃലോകത്തിന് വേണ്ടിയിട്ട് ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ ഹനിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രവിശ്വാസികളായിട്ടുള്ള രജസ്വലകൾ അല്ലാത്തവരെല്ലാവരും കൂടിയിട്ട് ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തെ അകറ്റുവാനായിട്ട് ശാസ്ത്രയുദ്ധത്തിന് വേണ്ടിയിട്ട് 18 മലകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 1600 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിരിക്കുന്ന ഭാഗത്ത് പാർവതിയുടെ കൂടായിരിക്കുന്ന വീടായിരിക്കുന്ന രണ്ടാം വീടെന്ന് അവകാശപ്പെടുന്ന ശബരി പീഠത്തിൽ ആ പാർവതിയെ ലോകമാതാവായിട്ട് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് രജസ്വലകളല്ലാത്ത സ്ത്രീകളും വൈഷ്ണവ ശക്തിയായിരിക്കുന്ന വൈഷ്ണവ അവതാരമായിരിക്കുന്ന ജ്ഞാനികളായിട്ടുള്ള പുരുഷന്മാരും ചേർന്ന് പശ്ചിമഘട്ടത്തിന്റെ ഇരുമുടിയുടെയും സംരക്ഷണത്തിന് വേണ്ടി ഇരുമുടി കെട്ടേന്തി 18 മലകളെ അറിവുകൊണ്ട് പർവ്വതതുല്യം മഹാവൃക്ഷ പ്രകൃതിയാൽ ഉയർത്തി 9 കാലമണ്ഡലങ്ങളിൽ കാലത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ കാലമണ്ഡലത്തിൽ വൃശ്ചിക മാസത്തിൽ വനപരിപാലനത്തിന് വേണ്ടിയിട്ട് നടത്തി അവിടുത്തെ മകരജ്യോതി കണ്ട് എല്ലാം ഭദ്രമായി എന്ന് ഉറപ്പുവരുത്തി തിരിച്ചു പോരുന്ന പ്രക്രിയയാണ്. അതെ അല്ലേ? അതെ. ആ പ്രക്രിയ, ആ സുരക്ഷിത പ്രക്രിയക്ക് ഇവിടെ രജസ്വലകളായ സ്ത്രീകളുടെ ആവശ്യമില്ല എന്നുള്ളതാണ് അല്ലേ? രജസ്വലകളായിട്ടുള്ള സ്ത്രീകളുടെ ആവശ്യമില്ല. കാരണം വൃശ്ചിക മാസത്തിൽ കാലമണ്ഡലം തുടങ്ങുമ്പോൾ ആ 40.58 ദിവസം കഴിഞ്ഞാൽ, വൃശ്ചികം ധനു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മകരമാണ്. ആ മകരത്തിൽ അവിടുത്തെ ഉത്സവം കൂടി കഴിഞ്ഞെന്നാൽ പിന്നെ കുംഭമാണ്. ജീവലോകം, മാതൃലോകം ശരിക്കും മാതാവായിട്ട് മാറുന്ന ജീവൻ കുംഭത്തിൽ എത്തുന്നത് പോലെ ജലം പരിശുദ്ധമായിരിക്കുന്ന ആ മാതൃലോകത്തിൻ്റെ ആ വൈഭവത്തിലേക്ക് പ്രകൃതി തന്നെ ജന്തുലോകത്തെ എത്തിക്കുന്ന അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ആ കാലഘട്ടത്തിലേക്ക് മാതാവാകുവാൻ ഈ മാതൃലോകം തയ്യാറായി ആ മാതൃത്വം തുളുമ്പുന്ന അവസ്ഥയിലേക്ക് ഈ പ്രകൃതി തന്നെ എത്തുന്ന സമയത്ത് ഈ പശ്ചിമഘട്ടത്തിൻ്റെ ആ സംരക്ഷണവും അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം എങ്ങനെയാണ് ഈ മാതൃലോകത്തെ ഈ ശൂരപത്മാവ് എന്ന് പറയുന്ന സൂര്യതാപത്തിൽ നിന്നും അതിൻ്റെ ഭ്രൂണഹത്യാ സാധ്യതകളിൽ നിന്നും ഈ ശാസ്ത്ര ചിന്തയിലൂടെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം. മാതാവാകാൻ ആഗ്രഹിക്കുന്നവർക്കൊന്നും അവിടെ പോകേണ്ടതില്ല, അവിടെ പോകാൻ പാടില്ല. അല്ല, രജസ്വലകളായിട്ടുള്ള ഒരു സ്ത്രീകൾക്കും അവിടെ പ്രവേശനം വേണ്ട, പ്രവേശിക്കേണ്ട. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വ്രതം. രജസ്വലകളല്ലാത്ത സ്ത്രീജനങ്ങളും മറ്റു പുരുഷന്മാരും, വൈഷ്ണവ അവതാരം എന്ന് പറയുന്ന പുരുഷന്മാരും എല്ലാം ചെയ്യുന്നത് ഈ മാതൃലോകത്തിന് വേണ്ടിയിട്ടാണ്. ഈ മാതാവാകാനുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ആചാരാനുഷ്ഠാന വിധികളാണ് ആ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിൽ അവർ ബന്ധിക്കേണ്ടതില്ല. അവരുടെ എന്തിനാണ് അവിടെ പോകുന്നത്? ശാസ്ത്ര യുദ്ധത്തിന് പോകുന്നത് അവരെ കൊണ്ടല്ലല്ലോ പോകേണ്ടത്. അയ്യപ്പന്റെ അമ്മയും മാതൃലോകത്തെയും കൊണ്ടാണോ ആ ശബരിമലയിലേക്ക് ശാസ്ത്ര യുദ്ധത്തിന് പോയത്? അല്ലല്ലോ. അത് മാത്രം മതിയല്ലോ. കോടതി അത് മാത്രം മനസ്സിലാക്കി, വയറുവേദനയാണ്, അതുകൊണ്ട് കോടതി അത് മാത്രം മനസ്സിലാക്കിയാൽ മതിയല്ലോ. അതെ, സത്യത്തില് ശബരിമലയിലേക്ക് അമ്മയും കൊണ്ടല്ല അയ്യപ്പൻ പോയത്. അപ്പോൾ അത് ആ മാതൃലോകത്തിനെ വീട്ടിലിരുത്തിയിട്ട് ആ മാതൃലോകത്തിൻ്റെ യഥാർത്ഥ ഉദര സംബന്ധമായിട്ടുള്ള രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് രാജാവകാശങ്ങളും രാജസിംഹാസനങ്ങളും ഉപേക്ഷിച്ചിട്ട് ആ ശാസ്ത്രയുദ്ധത്തിന് വേണ്ടിയിട്ട് പള്ളിക്കെട്ടെന്ന് പറഞ്ഞാൽ രാജകന്യകമാരുടെ വിവാഹം എന്നാണ് പള്ളിക്കെട്ടെന്ന് പറഞ്ഞാൽ. ആ പള്ളിക്കെട്ട് നടത്താൻ, ആ പള്ളിക്കെട്ട് എന്ന് പറയുന്നത് വിവാഹമാണ് രാജകന്യകമാരുടെ, അതായത് മനുഷ്യ സ്ത്രീകളുടെ വിവാഹമാണ് പള്ളിക്കെട്ട്. ആ പള്ളിക്കെട്ടിന് വേണ്ടിയിട്ട് ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമലയ്ക്ക് പോയി ആ ശാസ്ത്രയുദ്ധത്തിൽ ജയിച്ച് മാതൃലോകത്തെ സംരക്ഷിക്കുകയാണ് ഈ കലിയുഗത്തിൽ എൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കി
രാജാവാകുകയല്ല, ലോകത്തിൻ്റെ ദൈവതുല്യമായിട്ട് ശാസ്ത്രചിന്തയാൽ ഉയരുകയാണ് എൻ്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ആ വനവാസിയായി മാറിയ ആ വനത്തിൽ തന്നെ നൈഷ്ഠികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം, അതായത് നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം വ്രതം നോക്കുന്നതാണ് നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതം എന്ന് പറയുന്നത്. ആ നൈഷ്ഠിക ബ്രഹ്മചര്യ വ്രതത്തിലൂടെ ആ ശാസ്ത്രത്തെ ചിട്ടപ്പെടുത്തി, അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം ചിട്ടപ്പെടുത്തിയ ആ ശാസ്ത്രവിധി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ വനപരിപാലനത്തിന് സ്ത്രീജനങ്ങളുടെ ആവശ്യമില്ല. ഇല്ല, അവിടെ രജസ്വലകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം. പക്ഷേ രജസ്വലകളെയും കൊണ്ടിട്ടല്ല ഈ ശാസ്ത്രയുദ്ധത്തിന് പോകേണ്ടത്. ആരും യുദ്ധത്തിന് സ്ത്രീകളെ കൊണ്ട് പോവാറില്ലല്ലോ. ഇല്ല, ആ മാതൃലോകത്തിന്റെ ഉദരസംബന്ധമായിട്ടുള്ള അവസ്ഥയെ പരിഹരിക്കുവാനായിട്ടുള്ള ഹരനും ഹരിയും ചേർന്നിട്ടുള്ള പരിഹാരാർത്ഥം മാളികപ്പുറത്തമ്മയെ ആ ശബരി പീഠത്തിൽ പ്രതിഷ്ഠിച്ചുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീജനങ്ങളുമായിട്ടല്ല ശാസ്ത്രയുദ്ധത്തിന് പോകേണ്ടത്. രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം നിഷിദ്ധമാണ്. മഹാവൈഷ്ണവ ശക്തിയുടെ അവതാരമായിരിക്കുന്ന പുരുഷനും രജസ്വലകളല്ലാത്ത സ്ത്രീകൾക്കും അവിടെ എപ്പോഴും പ്രവേശനമുണ്ട്. ഇത് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടല്ല, സ്ത്രീ സംരക്ഷണ നിലപാടാണ്. കാരണം അവിടെ ഇരിക്കുന്നത് ശാസിതാവല്ല, ശാസ്താവാണ്. രക്ഷിക്കുന്നവനാണ് ഇരിക്കുന്നത്, ശിക്ഷിക്കുന്നവനല്ല. അറിവ് കൊണ്ട് രക്ഷിക്കുന്നവനാണ് ശാസ്താവ്. ശാസിതാവ് എന്ന് പറയുന്നത് മറ്റൊന്നാണ്.